എനിക്കെതിരെ ഒരു ആരോപണം കൂടി വന്നിട്ടു. ഇത് തന്നെയല്ലേ നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ് 3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുതിയതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് തന്നെയാണ് നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ 3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 3 മാസമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് ഇന്നും പറയാനുള്ളൂ. ഒരു അന്വേഷണം നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യപ്രകാരം ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം അതിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഓഡിയോയും വാട്സ്ആപ്പ് ചാറ്റും രാഹുൽ തന്നെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, അതൊരു ശരിയായ മാധ്യമ രീതിയാണോ? നിങ്ങളൊരു അല്ല, ഞാൻ സഹോദര ഞാൻ പറയട്ടെ, ക്രൈം അല്ലേ? അപ്പൊ അത് ഓഡിയോ രാഹുലിന്റെ ആണോ എന്നുള്ള ഒറ്റ ചോദ്യമാണ്. കാരണം ഒരു സഹോദര അങ്ങ് വ്യഗ്രത കാണിക്കണ്ട. നിങ്ങൾ എന്റേതാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു വോയിസ് കൊടുക്കുന്നു. ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട്, സാധാരണ മാധ്യമപ്രവർത്തനം അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്, ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എന്റേതാണോ എന്ന് ചോദിക്കുന്നതിന്റെ ആധികാരിക അത് തന്നെ. ഈ അങ്ങ് ചൂടാകണ്ട, നമ്മൾ വളരെ കൂളായിട്ട് പത്രസമ്മേളനം നടക്കുകയാണല്ലോ. ആ രീതി മതി, ആ ടോൺ മതി. അതായത് നിങ്ങളൊരു വോയിസ് കൊടുത്തു, ആ വോയിസ് കൊടുത്തു, പിന്നെ എൻ്റെ പാർട്ടല്ലേ, എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു. ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് എപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം രാജ്യത്തുണ്ടല്ലോ. ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശമുള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും, ഇതെന്നല്ല രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. ആ അന്വേഷണം നടക്കുകയല്ലേ? അല്ല, ആ അന്വേഷണം നടക്കുകയല്ലേ സഹോദര? നിങ്ങൾ ആ വോയിസ് എന്നാ പിന്നെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല, എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഞാനത് പറഞ്ഞല്ലോ. നിങ്ങളിത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളിത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെയോട് ചോദിക്കുന്നില്ല, ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നില്ല. അതിന്റെ ആ ചോദ്യത്തിന്റെ അതാണോ അല്ലയോ, അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ടല്ലോ, ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എന്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ, ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ. ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, പിന്നീട് ഇപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത്, ആ അന്വേഷണം കൂടി കഴിയട്ടെ. അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത്, എപ്പോ റിയാക്ട് ചെയ്യണം, എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിക്കാനുള്ള അവകാശം അത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ പറയുമ്പോഴല്ലോ ഞാൻ വിശദീകരണം തരുന്നത്. അന്വേഷണം, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച, അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച, നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ, നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാനിരിക്കുന്നു, എന്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാനിരിക്കുന്നു, അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്തിനാ തിരക്ക് കൂട്ടുന്നത്? നിങ്ങളെന്തിനാ തിരക്ക് കൂട്ടുന്നത്? പുതിയതല്ലല്ലോ. നിങ്ങൾ തിരിച്ചും മറിച്ചും ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത്? നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഒരേ കാര്യം തന്നെയല്ലേ തിരിച്ചും മറിച്ചും. ഇപ്പൊ ഈ ഓഡിയോ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇപ്പൊ വന്നത്? അത് ആർക്കും മനസ്സിലാകാത്ത, ഇതാർക്കും ഗൂഗിളെ ഇതാർക്കും ഇനി അല്ല, ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങൾക്കെതിരെ സഹോദര, ഞാൻ നിങ്ങൾക്കെതിരായിട്ട് അല്ല, ആ വ്യക്തത ഞാൻ വരുത്തുമെന്ന് പറഞ്ഞല്ലോ. ആ വ്യക്തത വരുത്തേണ്ടുന്ന സമയത്ത് ഞാൻ വരുത്തും. നിങ്ങൾ വളരെ കൃത്യമാണ്, വ്യക്തമാണ് കാര്യങ്ങള്. രാഹുൽ തിരിച്ചു ചോദിച്ച ഒരൊറ്റ ചോദ്യം, അതിലുണ്ട് എല്ലാത്തിനും ആൻസർ. ഈ ഓഡിയോ എന്റേതല്ല,
ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകളൊന്നും എന്റേതല്ല എന്ന് രാഹുൽ പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ ഇതൊന്നും എന്റേതല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അത് വിശ്വസിക്കുവോ? നിങ്ങൾ എല്ലാവരും ഈ കൊടുത്ത വാർത്തകളൊക്കെ സോറി, മാപ്പ്, തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഈ വാർത്തകളൊക്കെ നിങ്ങൾ പിൻവലിക്കുമോ? നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് നിങ്ങൾ അത് തുറന്നു പറയുമോ? ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇത് രാഹുലിൻ്റെതല്ല, ഞങ്ങൾ കബളിക്കപ്പെട്ടു, അല്ലെങ്കിൽ വ്യാജ ആരോപണമായിരുന്നു എന്ന് നിങ്ങൾ പറയുമോ? ഇല്ലല്ലോ. അത് പറയില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ നേരെ മറിച്ച് നിങ്ങൾ വേറൊരു കാര്യം ചെയ്യും. എന്ത് ചെയ്യും? നിങ്ങൾ ഇതേ വാർത്തകൾ വീണ്ടും കൊടുക്കുന്നതോടൊപ്പം നിങ്ങൾ അതിന്റെ കൂടെ ആഡ് ചെയ്യും. എന്ത്? ന്യായീകരണവുമായി രാഹുൽ, അല്ലേ? രാഹുൽ ന്യായീകരിക്കുകയാണ് എന്നല്ലേ നിങ്ങൾ പറയുക. അതല്ലാതെ രാഹുൽ ഇത് എന്റേതല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇത് വ്യാജമാണ്, ഇത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് എന്ന് നിങ്ങൾ ഏറ്റു പറയുമോ? നിങ്ങൾ അത് വിശ്വസിക്കുമോ? ഒന്നും ചെയ്യില്ലല്ലോ. ഇവിടുത്തെ അതിന്റെ അടിമകള് അത് വിശ്വസിക്കുമോ? അത് അംഗീകരിച്ചു കൊടുക്കുമോ? വിശ്വസിക്കണ്ടെന്നേ. രാഹുൽ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കുമോ നിങ്ങൾ ആരെങ്കിലും? എന്തിന് രാഹുൽ പറയുന്നത് അംഗീകരിക്കണം? വടകരയിലെ ജനം 1,14,506 വോട്ടിന് KK ശൈലജയെ തോറ്റു തുന്നം മാറിയിട്ട്, അവിടെ 1,14,506 വോട്ടിന് KK ശൈലജ 8 നിലയിൽ പൊട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും ഇന്നീ നിമിഷം വരെ ആ തോൽവി അംഗീകരിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? 1 വർഷം കഴിഞ്ഞിട്ടും ഈ പറയുന്ന വടകരയിലെ ജനം അടിച്ചു കൊടുത്ത ആ തോൽവി, അടിച്ച് മൂലക്കിരുത്തിയ ആ തോൽവിയെ ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. ഇലക്ഷൻ കമ്മീഷന് ഓഫീഷ്യലി പ്രഖ്യാപിച്ചു ഷാഫി പറമ്പില് 1,14,506 വോട്ടിന് വിജയിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് അംഗീകരിക്കാൻ ഇന്നീ നിമിഷം വരെ തയ്യാറായിട്ടില്ല. മനസ്സിലായില്ലേ? ഷാഫി പറമ്പിലിന്റെ മൂക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ചോര വീണു. അയാളുടെ മൂക്കിന് ശസ്ത്രക്രിയ നടത്തി. എന്നിട്ട് ഈ ശസ്ത്രക്രിയ നടത്തിയ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു വാർത്താ ബുള്ളറ്റിൻ പുറത്തിറക്കി. അയാളുടെ വലതുഭാഗവും ഇടതുഭാഗവും പൊട്ടി, ഒരു ഭാഗത്ത് അതിന് ഡിസ്ലൊക്കേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പോഴും ചോദിക്കുന്നത് സർജറി ചെയ്ത അടയാളം എവിടെയാണെന്നാ. അപ്പോ അങ്ങനത്തെ നിങ്ങളോട് രാഹുൽ വന്നിട്ട് പറയാ ഇതൊന്നും എന്റേതല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അംഗീകരിച്ചു കൊടുക്കുവോ? നിങ്ങളത് അംഗീകരിക്കുവോ? നിങ്ങളത് വിശ്വസിക്കുവോ? അതിനും നിങ്ങൾ ന്യായീകരണം എന്നല്ലേ നിങ്ങൾ പറയുക? രാഹുൽ ന്യായീകരിക്കുകയാണ്, രാഹുൽ ന്യായീകരിച്ച് മെഴുകുകയാണ്, ഇതല്ലേ നിങ്ങൾ പറയാ. അപ്പോ രാഹുലിന് പറയാനുള്ളത് രാഹുൽ കോടതിയിൽ പറയും. മനസ്സിലായില്ലേ? ഇന്നിപ്പോ വന്ന ബോംബെന്താ? നിങ്ങള് ആദ്യമേ പുറത്തുവിട്ട ഈ ആരോപണങ്ങൾ, പുകമറകൾ എന്ന് തുടങ്ങിയോ അന്ന് പുറത്തുവിട്ട അതേ രീതി സ്ക്രീൻഷോട്ടുകൾ, ഓഡിയോ ക്ലിപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെയോ പുറത്തുവിടുന്നു. എന്തേ നിങ്ങൾ ഇതേ സമാനമായ രീതിയിൽ ഗർഭം കലക്കാൻ ആവശ്യപ്പെടുന്നു, രാഹുൽ ചാറ്റ് ചെയ്യുന്നു എന്നുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ നിങ്ങൾ പുറത്തുവിട്ടില്ലേ? എന്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾ ആദ്യം ഇതേ സംഭവം തന്നെയാണല്ലോ അന്നും പുറത്തുവിട്ടത്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തേ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തത്? ഇന്ന് നിമിഷം വരെ അതിനെ ഏറ്റുപിടിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ രാഹുൽ നിഷേധിക്കാത്തതുകൊണ്ട് അത് ഒറിജിനൽ ആണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഓക്കെ, ഒറിജിനൽ ആണെങ്കിൽ എന്തേ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സ്ക്രീൻഷോട്ടുകളോ ഈ ഓഡിയോ ക്ലിപ്പുകളോ ഡിപ്പെൻഡ് ചെയ്ത് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത്? കാരണം അന്വേഷണം തുടങ്ങിയത് എവിടുന്ന? ഒരു പരാതിക്കാരി പോലും ഇല്ലാത്തിടത്തു നിന്നാണ് അന്വേഷണം. സ്വമേധയാ കേസെടുത്തിട്ടാണ് അന്വേഷണം. പരാതിക്കാരെ കിട്ടാനുണ്ടോ എന്ന് നോക്കി ചാക്കും പിടിച്ചിറങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയും ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടു. ഇവരുടെ കൺമുന്നിൽ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളുടെ കയ്യിൽ ഈ തെളിവുകളൊക്കെ ഉണ്ടായിട്ടും പിന്നെന്തിന് ചെന്നൈ പോണം? പിന്നെന്തിന് ബാംഗ്ലൂരിൽ പോണം? പിന്നെന്തിന് ആശുപത്രികളിലും ക്ലിനിക്കുകളും കയറി ഇറങ്ങണം? എന്തേ നിങ്ങൾ ഈ പുറത്തു വിടുന്ന തെളിവുകളൊന്നും നിങ്ങൾ തെളിവുകളായിട്ടാണല്ലോ ഇതൊക്കെ പുറത്തു വിടുന്നത്. നിങ്ങൾ വിടുന്ന വാർത്തകൾക്ക് ആധികാരികത വേണമെന്ന് കരുതിയിട്ടാണല്ലോ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടുകള്, ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തു വിടുന്നത്. അപ്പൊ അത് തെളിവുകളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്തേ ആ പറയുന്ന തെളിവുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്താൻ തയ്യാറാവുന്നില്ല? അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ 3 മാസം മുമ്പും ഇന്നും എന്നും
നിങ്ങൾ രാഹുലിനെതിരെ പുറത്തു വിട്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ, നിങ്ങൾ രാഹുലിനെതിരെ പുറത്തു വിട്ടിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ അന്വേഷണത്തിന് നിർദ്ദേശമിട്ടത്, ആരാണോ ഉത്തരവിറക്കിയത്, ആരാണോ സ്പെഷ്യൽ അന്വേഷണ ടീമിനെ വെച്ചത്, അവര് തന്നെ ഇതിലെ പ്രതികളാകുമെന്നുള്ളത്. കാരണം ഗൂഢാലോചന ഓരോന്നായി പൊളിയും. കാരണം ഈ ഡിജിറ്റൽ തെളിവുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഡിജിറ്റൽ തെളിവുകളുമായി കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കോടതി ആദ്യം ചോദിക്കുന്ന ചോദ്യം, ആ ഡിജിറ്റൽ തെളിവുകൾ കേൾക്കുന്നതിന് മുമ്പേ കോടതി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ടെസ്റ്റിലൂടെ ഇത് രാഹുലിൻ്റെതാണെന്ന് തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യ ചോദ്യം. അങ്ങനെ തെളിയിച്ചിട്ടില്ല എന്നില്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സയന്റിഫിക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് ഹാജരാക്കണം. അതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കാരണം സയന്റിഫിക് ടെസ്റ്റ് നടത്തിയാൽ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തും, ഇത് രാഹുലിൻ്റെതല്ലെന്ന് കണ്ടെത്തും, ഇത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കോടതിയുടെ അടുത്ത ചോദ്യം ആരുണ്ടാക്കി എന്നുള്ളതാണ്. ആരുണ്ടാക്കി എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിച്ച ആളുകൾ, അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ ആളുകൾ, രാഹുലിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ ആളുകൾ, അവര് തന്നെയാണ് ഇതുണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന തെളിവുകളൊന്നും പോലീസ് സ്വീകരിക്കുന്നില്ല. അവരതിനെ ഡിപ്പെൻഡ് ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുന്നില്ല. അന്വേഷണം എവിടെ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, അന്വേഷണം ഇവിടെ ഒരു പുകമറ ഉണ്ടാവണം, അത് മാത്രമേ ആഗ്രഹമുള്ളൂ. ഇവിടെ ഈ ഒരു വിവാദം ഇങ്ങനെ ഉണ്ടാവണം, അതിനൊരു അവസാനം ഉണ്ടാകരുത്. കാരണം അവസാനിച്ചാൽ എല്ലാം തീരും. അത് അന്വേഷണം മുന്നോട്ട് പോയാലും എല്ലാം തീരും. ഇത് അന്വേഷണം പാതി വഴിയിൽ അങ്ങനെ നിൽക്കണം, അത്രയേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് അന്വേഷണം മുന്നോട്ട് പോകരുത്. അന്വേഷണം മുന്നോട്ട് പോയാൽ ഗൂഢാലോചനകൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴും. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഈ പറയുന്ന തെളിവുകളൊന്നും ഇന്ന് വരെ അവർ സ്വീകരിച്ചിട്ടില്ല. മറ്റൊരാള് മൊഴി കൊടുക്കാൻ പോയിട്ട് കുറച്ച് സ്ക്രീൻഷോട്ട് കൊടുത്തു. ആ സ്ക്രീൻഷോട്ടും പിടിച്ചോണ്ട് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ നേരെ പോയത് നിയമവിദഗ്ധരുടെ അടുത്തേക്കാണ്. എന്തിനാണ്? ഇത് വെച്ചിട്ട് നമുക്ക് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട്. ആ നിയമവിദഗ്ധർ പറഞ്ഞു, ഇത് വെച്ചിട്ട് നമുക്ക് രാഹുലിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അവര് പരാതിക്കാരി ആകുമോ നോക്ക്. പരാതിക്കാരി ആകുമോ എന്ന് നടിയോട് ചോദിച്ചപ്പോ പരാതിക്കാരി ആവൂല. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എനിക്കൊന്നും ഉണ്ടായിട്ടില്ല, എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അതാണ് നടിയുടെ വാക്ക്. പിന്നെങ്ങനെയാ പിന്നെ കണ്ടു, ഞാൻ മാത്രം കണ്ടു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക, ആ മാധ്യമപ്രവർത്തകയുടെ മൊഴിയും പോലീസ് എടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ പരാതിക്കാരിയാവ്, നിങ്ങൾ ഇതിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവണമെന്ന് പറഞ്ഞപ്പോ അവരും പറഞ്ഞു, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് തെളിവുകളൊന്നുമില്ല. പിന്നെ ആർക്കാ ഉണ്ടായത്? ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ സ്ക്രീൻഷോട്ട് പുറത്തു വരും. അത് വലിയ പ്രതിസന്ധികളെ CPM-ഉം പിണറായി വിജയനും വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ വരും, ഓഡിയോകൾ വരും. പക്ഷേ ഈ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സ്ക്രീൻഷോട്ടുകളോ ഓഡിയോകളൊന്നും പോലീസിന് സ്വീകാര്യവുമല്ല. സ്വമേധയാ കേസെടുത്തവർക്ക് ഈ തെളിവുകൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പോലും അത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. കാരണം എന്താ? അത് സ്വീകരിച്ച ഇതിന്റെ പിന്നിൽ കളിച്ച ആളുകൾ പുറത്താവും. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ പിന്നിൽ കളിച്ച പലരും ഉണ്ട്. അവരൊക്കെ വെളിച്ചത്തേക്ക് വരുമെന്ന് മാത്രമല്ല, സ്വമേധയാ കേസെടുത്ത് അന്വേഷിച്ച പോലീസ് തന്നെ രാഹുൽ നിരപരാധിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരും. അന്ന് രാഹുലിന് ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം പോലീസുകാരെന്നെ എല്ലാം ബോധ്യപ്പെടുത്തിക്കൊള്ളും. അതിന് തന്നെയാണ് രാഹുലും വെയിറ്റ് ചെയ്യുന്നത്. ഈ അന്വേഷണം എവിടെ വരെ പോകുമെന്നുള്ളത് നോക്കാനാ. അത് കഴിഞ്ഞിട്ടുണ്ട് വേറെ ഒരു നിയമക്കളി. തന്നെ കൊത്തിക്കീറാൻ, തന്നെ പച്ചയിറച്ചി തിന്നാൻ ഈ ഒരുമ്പെട്ടിറങ്ങിയവർക്ക് 8ന്റെ പണി തിരിച്ചു കൊടുക്കും ഇല്ല എന്ന് നിങ്ങൾ കരുതണ്ട. പണി വരുന്നുണ്ട് മക്കളെ, നിങ്ങൾ ക്ഷമിക്ക്, തിരക്ക് കൂട്ടല്ലേ, ധൃതി കൂട്ടല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ രാഹുൽ അറവുമാടാണ്. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് അറക്കാനുള്ള അറവുമാട്. കാരണം എന്താ? അത്രയും ലാഭം കിട്ടും. ആ മാടിന് നല്ല മാർക്കറ്റ് ഉണ്ട്. പൊന്നും വിലക്ക് വിറ്റുപോകും ഇറച്ചി. തെരഞ്ഞെടുപ്പിന്റെ തലേന്നാകുമ്പോ പിന്നെ പറയേ വേണ്ട. കാരണം CPM-ന്റെയും പിണറായി വിജയന്റെയും തലക്ക് മീതെ കത്തി നിൽക്കുന്ന പലതിനെയും മറച്ചു പിടിക്കാനുള്ള ഒരു ആയുധമാണ് രാഹുൽ മാങ്കൂട്ടം. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ വരികയാ.
പ്രതിപക്ഷം ഓരോന്നായിട്ട് ഇങ്ങനെ തുറന്നു വിട്ട് പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാ. പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല, മറച്ചു പിടിക്കാൻ മറ്റൊന്നുമില്ല. അവിടെ ഇത്തരത്തിൽ അറവ് മാടായിട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് കഴുത്തിൽ കത്തിവെക്കുന്ന അറവ് മാടാവാനായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി എന്നുള്ളത്.